ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം സന്തോഷമാണ് കേട്ടോ. അത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു കാര്യം കുറേ ആഗ്രഹിക്കുമല്ലേ, അതേപോലെ ഞാനും കുറേ ആഗ്രഹിച്ചതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആഗ്രഹിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് സർപ്രൈസായി കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലത്തെ ഒരു ട്രിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റത്തെ എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പും ഫസ്റ്റത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ അത് എനിക്കും എൻ്റെ മക്കൾക്കും. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും എല്ലാം എനിക്കുണ്ട്. ഞങ്ങൾ ഫസ്റ്റായി പോണത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കാടെ വന്നോണ്ട് ഉപ്പിയമ്മയും വന്നിട്ടുണ്ട്. പിന്നെ ഇക്കാടെ ബ്രദർ ഇതാ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നീ യാത്ര പറയാം. ഷഹസാദ് എല്ലാവരും പറഞ്ഞാ അത് ഉണ്ണിയമാരി പറയും, ഒന്നും കൂടി ഉപ്പാൻ്റെ പറയും, തന്നെ പറയും. അങ്ങനെ മക്കളൊക്കെ യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ ഒരു യാത്ര പറച്ചിലാണ് കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് വരാണ്ടോ കാര്യം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഉള്ളിൽ കയറിയിട്ടോ. അങ്ങനെ ബോഡി പാസ് കിട്ടി പറഞ്ഞാൽ വെളിയിലേക്കൊന്ന് വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ബോഡി പാസ് കിട്ടിയിട്ട് പിന്നെ അടുത്തത് അവർ ചെക്കിങ്ങിന് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ ചെക്കിങ്ങിനാണ് വന്നത് കേട്ടോ. അത് കാരണം അവരിനെ റിട്ടേൺ പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോന് ഉമ്മ വെളിയിൽ നിന്ന് തന്നെ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ വേണ്ട പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയ ശേഷം എനിക്ക് വല്ലാതെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ കടന്ന് അഭ്യാസം ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ശരി ഫുഡ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു ഹാഫ് ആൻ അവർ വൈകിയിട്ടുണ്ട്. അത് കാരണം തന്നെ ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതും നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കാണുന്ന സ്ക്രീനിൽ ആ സമയമാകുമ്പോൾ വരുന്നാ പറഞ്ഞത്. അപ്പോൾ അതും നോക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ വരുന്ന ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. എടുത്തിട്ടില്ല അത് അവിടെ ആ സൈഡ് നോക്ക്. വാ 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 ഷഹസാദ് ഷഹസാദ് നമ്മളങ്ങനെയൊക്കെ വരിക ഭയം വെച്ചായിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകാൻ. അപ്പോൾ ഇതിൽ അവൻ്റെ സന്തോഷം കണ്ടല്ലോ, അത് എൻ്റെ മോളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് കിട്ടിയ ഒരു ട്രിപ്പാണെന്ന് തന്നെ പറയാം. 2 ദിവസം കൊണ്ടാണ്, 2 ദിവസം മുന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പെട്ടെന്ന് കയറിക്കോളി എന്നുള്ളത്. അപ്പോൾ അത് കേട്ടതും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയും എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മോൻ്റെ സന്തോഷം കണ്ടോ. പിന്നെ അവന് ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബോംബെ വരെ പോകുന്ന സമയത്ത് അവന് വിൻഡോ സീറ്റിൽ തന്നെ ഇരിക്കണം പറഞ്ഞിട്ട് അവൻ വിൻഡോ സീറ്റിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആശിച്ച് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക കേട്ടോ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളായാലും. ഞങ്ങൾ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷേ ഇത്രയും വേഗമൊന്നുമല്ല, കുറച്ച് വൈകിട്ട് തന്നെയാണ്. എങ്കിലും നടന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ ടെൻഷനൊന്നും ആവേണ്ടി വന്നില്ല കേട്ടോ. ഓരോന്നും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വരണം പറഞ്ഞാൽ എയർപോർട്ടിനുള്ളിൽ കയറി പറഞ്ഞാൽ കാണിച്ചു തരാൻ ആൾക്കാരുണ്ടാകും. അപ്പോൾ അതൊക്കെ കറക്റ്റായി നടന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഖത്തറിലേക്ക് വരുന്ന കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരുമായിട്ടാണ് പിന്നെയുള്ള യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്തു. പിന്നെ ഞങ്ങൾ ഗേറ്റ് നമ്പർ കാത്തിരിക്കുന്ന സമയത്താണ് അവരിനെയൊക്കെ പരിചയപ്പെട്ടത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവൻ്റെ ഒപ്പമാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പ്ലെയിന് റണ്ണായി തുടങ്ങിയ സമയത്ത് നമ്മൾക്ക് എന്താ പറയുക ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡിൽ കേടും അതേപോലെ തന്നെ റൈസും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി. അതിനുശേഷം പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്, ഒരു സ്വീറ്റായിട്ട് കേക്കാണ് ഉണ്ടായിരുന്നത്. ബ്രൗണി കേക്കായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനും അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ ബണ്ണിൽ ആ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് ക്രീമും തേച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വെളിയിലോട്ട് നോക്കുമ്പോഴാണ് മേഘങ്ങളെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ബോംബെ എയർപോർട്ടിൽ നിന്നാണ് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടേക്ക് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ആ ഒരു ഫാമിലി ഞങ്ങളുമായിട്ട് നടന്നു പോവുകയാണ്. ഒരു 10-11 പേരുണ്ടായിരുന്നു കേട്ടോ. അതിലും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ നല്ല കമ്പനിയായിട്ട് അവരുടെ കൂടെപ്പോണ് നടന്നു പോകണം. പിന്നെ ഞങ്ങളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഇറങ്ങിയതിന് ശേഷം കുട്ടികൾക്ക് റെസ്റ്റ് റൂമൊക്കെ പോകണം പറഞ്ഞപ്പോൾ അങ്ങനെ പോയി നിന്ന സമയത്ത് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു സ്റ്റാഫ് വിളിക്കാമെന്ന് പറഞ്ഞില്ല, അവർ കാരണം ഞങ്ങൾക്ക് വേഗം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് എന്താണ് ഞങ്ങളുടെ മാത്രമാണ് കുറച്ച് വീണ്ടും അരമണിക്കൂർ ഡിലേ ആയിട്ടോ. എൻ്റെയും വേറൊരു ഫാമിലിൻ്റെയും മാത്രം. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ ഓടിക്കതിച്ച് പോയ സമയത്ത് അവരുടെ ഫ്ലൈറ്റ് ആയിരുന്നു ആ ടിക്കറ്റിലുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കുറച്ച് നേരവും കൂടി വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കഥയും പറഞ്ഞു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വിശന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. ഇവരാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ള ഇനിയൊരു ഫാമിലി പറയണത്. അപ്പോൾ ഇനി രാത്രിയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ നല്ല രസമല്ലേ താഴെ കാണാൻ. അങ്ങനെ ഞങ്ങൾ പോണ സമയത്ത് മോൻ പറയുന്നത് ഇനി ഞാൻ വിൻഡോയിൽ ഇരിക്കട്ടെ എന്ന് ചോദിക്കാം കേട്ടോ. പക്ഷേ മോൾ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളാണ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് കയറുന്ന സമയത്ത് ഈ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയണതൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞ ശേഷം അവിടെയൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് ഒന്ന് പോകിയപ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് നേരം ആ ഒരു വൈബൊക്കെ ആസ്വദിച്ചിരുന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ ഇക്കാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഖത്തറിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. പിന്നെ ഇവിടെ ലഗേജ് കാര്യങ്ങൾ എടുത്തു തരാൻ ആരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു കേട്ടോ. ഒരു 25 കിലോ കേജിൻ്റെ വെയിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ചെറിയൊരു കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെളിയിലോട്ട് പോകാൻ കേട്ടോ. ഇക്കാനെ നോക്കി പോവുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇക്കാനെ കാണാനുള്ള ഒരു എന്താ പറയുക ഒരു ആവേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സർപ്രൈസ് തരുന്നു ഞങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബൊക്കെയൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. ഇക്കാക്കും സംഭവം ഞങ്ങൾ വരുന്നു എന്നുള്ളത് ഇക്കാക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.